ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നും ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര ഫോഗി മോർണിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ, പക്ഷേ രാവിലെ ഭയങ്കര മൂടലായിരിക്കും. ചിലപ്പോൾ പൊല്യൂഷനും കൂടിയാണ്. ഞാൻ രാവിലെ തന്നെ എണീച്ച് ബ്രഷെല്ലാം ചെയ്ത് മുടിയെല്ലാം കെട്ടി കിച്ചണിലേക്ക് കയറണം. പിന്നെ വീടെല്ലാം ആദ്യം തന്നെ ഒന്ന് എല്ലായിടത്തും അടിച്ചു വാരി. ഇത് ഞാൻ എപ്പോൾ രാവിലെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഏട്ടന് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഏട്ടൻ വരണം അത്രേ. അപ്പോൾ എനിക്ക് അപ്പോഴേക്കും ഞാൻ വീട്ടിലേക്കെല്ലാം പണിയെല്ലാം തീർത്തു. ഇപ്പോൾ വേസ്റ്റ് എടുക്കാനുള്ള ആൾക്കാർ വന്നു. അപ്പോൾ ഞാൻ വേസ്റ്റെല്ലാം കൊണ്ടിട്ടു. പിന്നെ ഞാൻ മാവിന് അരച്ച് വെച്ചിട്ടുണ്ടായിന് ദോശക്ക്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നു. പിന്നെ കറിയും ഇന്നലത്തെ മൂക്ക് കൊടുക്കാൻ പരിപ്പ് കറിയുണ്ട് കേട്ടോ. അവൾ എന്തെങ്കിലും കറി ഉണ്ടെങ്കിലേ തിന്നു. പിന്നെ അപ്പോഴേക്കും മോൾ എണീച്ച് വന്നിട്ടുണ്ടായിന്. പിന്നെ അവളെ എടുത്ത് കുറച്ച് നേരം എണീച്ച് കഴിഞ്ഞാൽ കുഞ്ഞിക്കൊരു വാശി ഉണ്ടാവും. പിന്നെ ഞാൻ അവളെ എടുത്തിട്ട് ദോശയിലും ചുട്ടു. പിന്നെ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിന് കേട്ടോ, തേങ്ങാ ചമ്മന്തി. അപ്പോൾ ഞാൻ തേങ്ങാ ചമ്മന്തി ഇട്ടു. എൻ്റെ അടുത്ത് കറിവേപ്പില തീർന്നു പോയിട്ടുണ്ടായിന് രാവിലെ. പിന്നെ ഇനി പറിക്കാൻ പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. അങ്ങനെ ദോശ കഴിക്കാൻ പോയത് നമ്മൾ മുട്ട പുൽസയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഓക്ക് പരിപ്പ് കറിയുണ്ട് കുഞ്ഞിക്ക് ഇന്നലത്തെ. അപ്പോഴേക്ക് ഏട്ടൻ വന്നു, ഫ്രഷായി നമ്മൾ ചായ കുടിക്കാനിരുന്നു. പിന്നെ എനിക്ക് ഇന്ന് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ വേഗം പണിയെല്ലാം തീർക്കണം. ഉച്ചയ്ക്ക് ഫുഡെല്ലാം ആക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സോയാബീൻ വറുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് വറുക്കാൻ വിചാരിച്ചിട്ട് കഴിഞ്ഞ് മസാലയിൽ കഴുകി മസാലയിലും പുരട്ടി വെച്ചു. പിന്നെ ചോറും കൂടി വെച്ചിട്ടാണ് പോയിന് കേട്ടോ. പിന്നെ ക്യാബേജ്, പിന്നെ തുണി അലക്കാനുണ്ടായിനി. അതെല്ലാം അലക്കി രാവിലെ തന്നെ എല്ലാം അലക്കി വിരിച്ചിട്ടു. എന്നാലേ ഉച്ചയാകുമ്പോഴേക്കെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ഞാൻ രാവിലെ തന്നെ കുളിക്കുകയെല്ലാം ചെയ്ത് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് പിന്നെ ഈ തണുപ്പായി കഴിഞ്ഞാലും മുടിയാനൊന്ന് ഡ്രൈ ചെയ്യും കേട്ടോ. കുളിച്ചാലില്ലെങ്കിൽ എനിക്ക് ജലദോഷം ഉണ്ടെങ്കിൽ നല്ലോണമാവും മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ. പിന്നെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. പുറത്താണ് കേട്ടോ കാണിക്കൽ. ഇവിടെ ഡൽഹി നാരായണ ഹോസ്പിറ്റലിലാണ് കാണിക്കൽ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ കാണിച്ചിട്ട് വന്നു. മെഡിസിനെല്ലാം തന്നിട്ടുണ്ടായി. പിന്നെ നമ്മൾ വരുമ്പം തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാൻ വിചാരിച്ചിട്ട് ചിക്കൻ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ സോയാബീനും വറുത്തു. പിന്നെ വേറെ കറി വെക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് ഇത്ര പോലെ കറിയും കൊണ്ട്, പക്ഷേ ചിക്കൻ മതിയല്ലോ ചോറുണ്ണാൻ വേണ്ടി. കുറച്ച് സാലഡ് കുക്കുംബറും ടൊമാറ്റോയും ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ടായിന്. പിന്നെ തൈരെല്ലാം കൂട്ടി അങ്ങനെ സോയാബീനെല്ലാം കൂട്ടി ഇന്നത്തെ ചോറുണ്ടു. ചോറുണ്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കും കേട്ടോ. അങ്ങനെ കിടന്നതിന് ശേഷം പിന്നെ വൈകുന്നേരം ചായയെല്ലാം കുടിച്ച് വിളക്കെല്ലാം കത്തിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ട. പിന്നെ ഞാനും നിമോശും കൂടി ഒന്ന് നടക്കാൻ പോയിന് കേട്ടോ. അപ്പം ഇത് ചോറുണ്ണുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടി ഉച്ചക്ക് വന്നിട്ട് ചോറുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഈ ചിക്കൻ കറി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.